ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഉണ്ട്, ചോറുണ്ട്. ഗോതമ്പ് കൊണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് ഈ ഗോതമ്പിലേക്ക് ഈ ചോറിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഉപ്പും ചേർത്ത് പുട്ടുണ്ടാക്കുക. ഗോതമ്പ് നനയ്ക്കാതെ, ചൂടുവെള്ളം വേണ്ട, തണുത്തവെള്ളം വേണ്ട, ചോറ് മാത്രം ഇട്ടായിരിക്കാം. ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നു. ഈ ചോറും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഗോതമ്പൊടിയും ചോറും ഉപ്പും കൂടി ചേർത്ത് ഇളക്കുന്നു. ഇളക്കിയിട്ട് ഗ്രൈൻഡറിൽ ഒന്ന് കറക്കിയെടുക്കാം. പുട്ടിന് കൂട്ടാൻ കടല ഉപ്പിട്ട് കുരുമുളക് ഇറക്കിയിട്ട് വെച്ച് മിക്സിയിൽ കറക്കെടുക്കുക. പൊടി വന്നൊക്കെ നന്നിട്ടുണ്ട്. ബാക്കി പൊടികൾ മിക്സിയിൽ കറക്കെടുത്തിട്ട് പുട്ട് വിടുക. നന്നായിട്ട് മിക്സി ഒരു കറക്കോളം കറക്കി ഗോതമ്പൊടി നനച്ചു. ഇത് തേങ്ങ കണ്ടിട്ട് പുട്ട് വിഴുങ്ങാൻ വെക്കാം ആവിയിൽ. പുട്ട് കുറ്റി അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. പുട്ടിനായി വന്നു. 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ പുട്ട് കുത്താം. കടലക്കറിക്ക് സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ വഴറ്റിയിട്ട് ഗരം മസാല ഇറച്ചിപ്പൊട്ടൊക്കെ ചേർത്ത് കറിയാക്കാം. ഗോതമ്പ് പുട്ട് റെഡിയായി. നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട്. ചോറ് ചേർത്ത് മിക്സിയിൽ നനച്ച ഗോതമ്പ്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് വൈകുന്നേരം ആയാലും പോവില്ല, ഡ്രൈ ആവില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നവരാണ് ആവശ്യപ്പെടുന്നവർക്ക്. കടല ഉപ്പിട്ട് പിഴിഞ്ഞത് വെന്ത് സബോളയൊക്കെ വഴറ്റിയിട്ട് അരപ്പിയായിരുന്നു. കടലയിൽ ചേർക്കാനുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി. സബോള അരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തു. സബോള, ഇഞ്ചി, വെളുത്തുള്ളി കറിവേപ്പില ഇതിലേക്ക് പൊടികൾ ചേർക്കും. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് മൂപ്പിച്ചു. വെന്ത കടല ചേർക്കാം. കടല ചേർത്തു. ഗ്രേവിക്ക് കുഴപ്പമില്ലെന്ന് വെച്ച് പാലൊഴിക്കാം. പാലിൽ കുറച്ച് ബട്ടർ ചേർക്കാം. പീനട്ട് ബട്ടർ ഇരിക്കുമ്പോൾ ചെല്ലണം. കടലക്കറിയും ഗോതമ്പ് പുട്ടും. പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ ചേർത്ത് കുഴപ്പമില്ല. തേങ്ങയോ പശുവിൻ പാലോ, തേങ്ങാപ്പാലോ, പശുവിൻ പാലോ ഒക്കെ ചേർക്കും.